Hi friends, today we are going to discuss a beautiful poem, Blowing in the Wind. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് പോം ആണിത്. ഇതൊരു പോം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ആന്തമാണ് കേട്ടോ, ഒരു സോങ് ആണ്. നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിലൊക്കെ നമ്മുടെ ദണ്ഡി മാർച്ചിലൊക്കെ പാടിയ പാട്ടുണ്ടായിരുന്നു, വരിക വരിക സഹചര്യ എന്ന് പറയുന്ന ഒരു പാട്ട് അല്ലെ. അതുപോലെ നമ്മുടെ ഇവിടെ മാത്രമല്ല, പുറത്തും അമേരിക്കയിലും ഒക്കെ നടന്നിട്ടുണ്ട്, പല ടൈപ്പ് മൂവ്മെന്റ്സുകളും നടന്നിട്ടുണ്ട് കേട്ടെ. ഒരുപാട് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സുകളൊക്കെ നടന്നിട്ടുണ്ട്. ആ ടൈമിൽ അവർ യൂസ് ചെയ്തിരുന്ന ഒരു ആന്തമാണ് ഈ സോങ് എന്ന് പറയുന്നത്. നോക്കാം. ബ്ലോയിങ് ഇൻ ദ വിൻഡ്, കാറ്റ് പറഞ്ഞു നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാറ്റിൽ പാറി വരുന്നുണ്ട് എന്നൊക്കെ ഒരു മീനിങ് വരാം അല്ലെ. കാറ്റിലൂടെ പാറി വരുന്നുണ്ട്, അല്ലെങ്കിൽ കാറ്റ് പറഞ്ഞു നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ് വരുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാറ്റിലൂടെ പാറി വരുന്നത് എന്ന്. Like cinema, songs in the music albums are also very popular as they are rendered as audiovisual treat. അല്ലെ, ഫിലിം പോലെ തന്നെ അല്ലെ. സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഭയങ്കര പോപ്പുലർ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ പോപ്പുലർ ആണ് എന്ത്, മ്യൂസിക് ആൽബംസ് അല്ലെ. നിങ്ങൾക്ക് ഒരുപാട് ആളുകള് ഫിലിമിലല്ലാതെ തന്നെ ഒരുപാട് പാട്ടുകൾ മ്യൂസിക് ആൽബംസിൽ പാടി നടക്കുന്നുണ്ടാവും. കാരണം എന്താണ്, അത് നമുക്ക് വമ്പൻ ഓഡിയോ വിഷ്വൽ ട്രീറ്റ് നമുക്ക് തരുന്നുണ്ട് അല്ലെ. ഇപ്പോഴും പല സോങ്ങുകൾ, ഇപ്പൊ ഈവൻ ഞാനടക്കം പല മാപ്പിളപ്പാട്ടുകളൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോഴും ആസ്വദിക്കാറുണ്ട്. സോ ആൽബം സോങ്ങുകളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിലിം സോങ് ഒക്കെ പോലെ തന്നെ, സിനിമ പോലെ തന്നെ നമുക്കൊരു വമ്പൻ ട്രീറ്റ് തന്നെയാണ് അതും നൽകുന്നത്. നോക്കാം. Here is a song written by Bob Dylan, one of the prominent musicians of the United States of America അല്ലെ. ബോബ് ഡിലൻ എന്ന് പറയുന്നത് ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻസ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അമേരിക്കയിലെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് റൈറ്റർ ആണ്. ഓക്കെ, ഒരു മ്യൂസീഷ്യൻ ആണ് അദ്ദേഹം. ദിസ് സോങ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ആന്തം ഓഫ് 1916 സിവിൽ റൈറ്റ് മൂവ്മെന്റ്സ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇത് അദ്ദേഹം യൂസ് ചെയ്തത് സിവിൽ റൈറ്റ് മൂവ്മെന്റ്സ്, ആന്റി വാർ മൂവ്മെന്റ്സുകൾ ഉണ്ട് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആന്തമായിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സോങ്. ഓക്കെ, നോക്കാം. ബോബ് ഡിലൻ, born May 24, 1941, is an American singer, songwriter, artist and writer. അല്ലെ, എല്ലാ മേഖലയിലും അദ്ദേഹം എന്താണ്, വളരെ ഫേമസ് ആണ് അല്ലെ. ഒരു അമേരിക്കൻ സിംഗർ ആണ്, അതുപോലെ തന്നെ സോങ് റൈറ്റർ ആണ്, എഴുത്തുകാരനാണ്, ആർട്ടിസ്റ്റ് ആണ്, അതുപോലെ തന്നെ റൈറ്ററും ആണ്. ഓക്കെ, ഹിസ് early songs such as Blowing in the Wind and The Times They Are Changing become anthem for the American civil rights and anti-war movements. അല്ലെ, എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ് എന്താണ്, ഈ പറഞ്ഞ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത് become an anthem for the American civil rights and the anti-war movements. ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ഇത് എഴുതിയാൽ തന്നെ അതിലൊരു വലിയൊരു പോയിന്റ് നിങ്ങൾ എഴുതിയ പോലെ ഇരിക്കും. സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സിനും ആന്റി വാർ മൂവ്മെന്റ്സിനും വേണ്ടിയിട്ട് നിങ്ങൾ ആ ടൈമിൽ യൂസ് ചെയ്തിരുന്ന ഒരു ആന്തമാണ് ഇത്. ഓക്കെ, his mid-1960 recordings backed by rock musicians climbed the height of the United States music chart. അല്ലെ, അദ്ദേഹം ഇങ്ങനെയുള്ള മ്യൂസിക്കിലൊക്കെ ഭാഗമായിട്ട് അദ്ദേഹം മ്യൂസിക് ചാർട്ടിലെ സ്റ്റേറ്റിലെ യുണൈറ്റഡ് സ്റ്റേറ്റ് മ്യൂസിക് ചാർട്ടിന് അദ്ദേഹം വൺ ഓഫ് ദ മെയിൻ ഹൈറ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, the next point ഇതാണ്. he won the Nobel Prize in Literature for his contribution to music in 2016. അല്ലെ, 2016 നോബൽ പ്രൈസ് ലിറ്ററേച്ചർ അദ്ദേഹം നേടിയിട്ടുണ്ട്. സോ 2 പോയിന്റ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത്. ഒന്ന്, സിവിൽ റൈറ്റ് ആന്റി മൂവ്മെന്റ്സിന് ഒരു ആന്തമായിട്ടാണ് ഈ സോങ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തെ കുറിച്ച് അറിയേണ്ടതാണ്, he won Nobel Prize in Literature for his contribution to music in 2016. ഓക്കെ, ക്ലിയർ? ദെൻ നമ്മുടെ പോം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. How many roads must a man walks down before you call him a man? How many seas must a white dove sail before she sleeps in the sand? Yes, and how many times must the cannonballs fly before they are forever banned? Okay, നോക്കാം, മീനിങ് നോക്കാം. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ കാണുന്നുണ്ട് അല്ലെ. ഇത് നമ്മൾ എന്താ പറയാറുള്ളത്, റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെ. നമ്മൾ പോയറ്റിക് ഡിവൈസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മീൻസ് ആൻസർ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ്. ആൻസർ ചോദിക്കുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തിയും എല്ലാവർക്കും അതിന്റെ ആൻസർ അറിയാം.
അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ആൻസർ കവിക്ക് ആവശ്യമില്ല. ഓക്കെ, സോ ഇതാണ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. നോക്കാം. How many roads must a man walk down before you call him a man? ഒരു മനുഷ്യനെ, ഒരാളെ നിങ്ങൾ ഒരു മാൻ എന്ന് വിളിക്കണമെങ്കിൽ, ഒരു വ്യക്തിയെ നിങ്ങൾ മനുഷ്യൻ എന്ന് വിളിക്കണമെങ്കിൽ അതിനു മുമ്പായി അദ്ദേഹം എത്ര പാതകൾ സഞ്ചരിക്കണം? ഓക്കെ, ഒരു വ്യക്തിയെ നിങ്ങൾ മനുഷ്യൻ എന്ന് വിളിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ നിങ്ങൾ മനുഷ്യൻ എന്ന് വിളിക്കണമെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹം എത്ര പാതകൾ ഇനിയും സഞ്ചരിക്കണം എന്നാണ്. ഇവിടെ റോഡ്, പാതകൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹം ലൈഫിലുള്ള ലൈഫ് എക്സ്പീരിയൻസ് ആണ്. സഫറിങ്, പ്രോബ്ലംസ്, ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് അല്ലെ. അപ്പൊ നിങ്ങളൊരു വ്യക്തിയെ, ഒരാളെ നിങ്ങൾ മനുഷ്യൻ എന്ന് വിളിക്കണമെങ്കിൽ അദ്ദേഹം ഇനി എത്ര പാതകൾ ഇനിയും സഞ്ചരിക്കണം എന്നാണ് കവി ചോദിക്കുന്നത്. The next, how many seas must a white dove sail before she sleeps in the sand? ഒരു വെള്ളരി പ്രാവ് മണൽക്കാടുകളിൽ പോയി കിടക്കണമെങ്കിൽ, കിടക്കുന്നതിന് മുമ്പ് അത് എത്ര സമുദ്രങ്ങൾ താണ്ടണം? എത്ര സമുദ്രങ്ങൾ അത് താണ്ടിയാൽ മാത്രമാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ പറഞ്ഞ പോലെ മണൽക്കാടുകളിൽ പോയി ഉറങ്ങാൻ പറ്റുന്നത്. മണൽക്കാടുകളിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വെള്ളരിപ്രാവ് എത്ര സമുദ്രങ്ങൾ താണ്ടണം എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. വൈറ്റ് ഡവ് എപ്പോഴും എന്തിന്റെ പ്രതീകമാണ്? പീസ്, സമാധാനത്തിൻ്റെത് കേട്ടോ. നോക്കാം. നെക്സ്റ്റ് വൺ. Yes, and how many times must the cannon balls fly before they are forever banned? എന്താണ് forever banned എന്ന് പറഞ്ഞാൽ? എന്നേക്കുമായിട്ട് നിരോധിക്കാം. ഓക്കെ, എന്നേക്കുമായി നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് പീരങ്കി ഉണ്ടകൾ എത്ര തവണ ഇനിയും പറക്കണം എന്നാണ് ചോദിക്കുന്നത്. പീരങ്കി ഉണ്ടകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും ഇത് എന്തിന്റെ ടൈമിലാണ്? അതെ, യുദ്ധത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ടൈമിലാണ് അല്ലെ. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. കാനോൺ ബാൾസ് കൊണ്ട് എന്താണ്? യുദ്ധം അല്ലെ, വാറോ, അല്ലെ, റിവോൾട്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ കാനോൺ ബോൾസ് കൊണ്ട് ഉദ്ദേശിച്ചത്. സോ എന്താണ് ചോദ്യം? എന്നേക്കുമായി നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് എത്ര തവണ ഇനിയും പീരങ്കി ഉണ്ടകൾ പറക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, ക്ലിയർ? സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ടാവും? പൊതുവേ നമ്മൾ പറയാറുള്ള പോയറ്റിക് ഡിവൈസസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവും. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഫസ്റ്റ് ലൈനിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ടാവും? എം 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 അല്ലെ, റിപ്പീറ്റ് ചെയ്ത് വരികയാണ് അല്ലെ. എന്താണിത്? അലിട്രേഷൻ ആണ്. റിപ്പീറ്റേഷൻ ഓഫ് ദ കൺസണന്റ് സൗണ്ട്സ് ഇൻ എ സെന്റൻസ് അല്ലെ. ഒരു വേർഡിന് മുമ്പിലോ ഏതെങ്കിലും ഒരു വേർഡ്സിന്റെ ഫ്രണ്ടില്, തുടക്കത്തില് റിപ്പീറ്റ് ചെയ്ത് കൺസണന്റ് സൗണ്ട് വരികയാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും മക്കളെ? ഒന്ന് പറഞ്ഞേ, എന്താണ് പറയുന്നത്? അലിട്രേഷൻ അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? അതൊക്കെ കണ്ടുപിടിക്കുക കേട്ടോ. അത് നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ ഇടയിലൂടെ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ കഴിയും കേട്ടോ. എം 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 കാണുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്, ഷീ സ്ലീപ്സ് സാൻഡ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? അലിട്രേഷൻ ആണ്. നോക്കാം. അപ്പൊ ഇവിടെ ഒരു 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് എന്തായിരുന്നു? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാളെ നിങ്ങൾ മനുഷ്യനെന്ന് വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എത്ര പാതകൾ ഇനിയും താണ്ടണം അല്ലെ. അതുപോലെ തന്നെ മണൽക്കാടുകളിൽ പോയി ഒരു വെള്ളരിപ്പാവ് ഉറങ്ങുന്നതിന് മുമ്പ് ആ വെള്ളരിപ്പാവ് എത്ര സമുദ്രങ്ങൾ ഇനിയും താണ്ടി വരണം അല്ലെ. എന്നേക്കുമായി നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് ഇനിയും എത്ര തവണ പീരങ്കി ഉണ്ടകൾ പറക്കണം? ഇങ്ങനെയുള്ള ഒരു 3 ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് അല്ലെ. ഇതിന്റെയൊക്കെ ആൻസർ അന്നത്തെ ദുരിതം അനുഭവിക്കുന്നവർക്കും ആ ദുരിതം കൊടുക്കുന്നവർക്കും അറിയാമായിരുന്നു. ഓക്കെ, ക്ലിയർ? ദെൻ the answer, my friend, is blowing in the wind. The answer is blowing in the wind. അല്ലെ, ആൻസർ നിങ്ങൾ പറയേണ്ട മക്കളെ, ആരും പറയേണ്ട. ആൻസർ ആര് പറയുന്നുണ്ട്? ആൻസർ മൈ ഫ്രണ്ട്, എന്റെ സുഹൃത്ത് ആൻസർ പറയുന്നുണ്ട്. is blowing in the wind. The answer is blowing in the wind. ആൻസർ എന്താണ്? കാറ്റിലൂടെ പറന്നു വരുന്നുണ്ട്. ആൻസർ എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റ് പറയുന്നുണ്ട്. ഓക്കെ, കാറ്റിലൂടെ പറയുന്നുണ്ട്. കാറ്റ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം, എല്ലായിടത്തും എത്തുന്നുണ്ട്, എല്ലാവർക്കും അറിയാം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, then yes, and how many years can a mountain exist before it is washed to the sea? Yes, and how many years can some people exist before they are allowed to be free?
Yes, and how many times can a man turn his head and pretend that he just doesn't see? നോക്കാം. Yes, and how many years can a mountain exist before it is washed to the sea? അല്ലെ, ഒരു മൗണ്ടൻ, ഒരു പർവ്വതം ഇനിയും എത്ര കാലം നിലനിൽക്കണം? ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ, അത് സമുദ്രത്തിൽ ചെന്ന്, കടലിൽ ചെന്ന് അലിയുന്നതിന് മുമ്പ്, അതിൽ സമുദ്രത്തിൽ എത്തുന്നതിന് മുമ്പ് ഇനിയും ഒരു പർവ്വതം എത്ര കാലം നിലനിൽക്കണം എന്നാണ് ചോദിക്കുന്നത്. മൗണ്ടൻ എന്ന് പറയുമ്പോൾ വ്യക്തമാണ് ആരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്ന, ഭരിക്കുന്ന, റൂളഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ് ഉദ്ദേശിച്ചത്. റൂളർ അല്ലെ, ഭരിക്കുന്ന വ്യക്തികളെ, ഐ മീൻ ഇത് ഈ ഒരു വാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാണോ, അല്ലെ, പവർ ചെയ്യുന്നത് ആരാണോ, പവർ ഓഫ് ദ ഡിക്റ്റേറ്റേഴ്സ് ആണ് ആര്, മൗണ്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പൊ ചോദ്യം എന്താണ്? കടലിൽ പോയി അലിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കടലിൽ പോയി എത്തുന്നതിന് മുമ്പ് ഇനിയും എത്ര കാലം, ഇനിയും എത്ര തവണ എന്ത് ചെയ്യണം? പർവ്വതം നിലനിൽക്കണം, സ്ഥിതി ചെയ്യണം എന്നാണ് ചോദ്യം. ദെൻ നെക്സ്റ്റ്, യെസ്, and how many years can some people exit before they are allowed to be free? അല്ലെ, ഫ്രീ കിട്ടുന്നതിന് മുമ്പ്, ഐ മീൻ എന്താണ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടുന്നതിന് മുമ്പ് ഇനിയും എത്ര കാലം അവർ നിലനിൽക്കണം? ഇനിയും എത്ര കാലം ആ മനുഷ്യർ ജീവിക്കണം? ഇനിയും എത്ര കാലം അവരത് സഫർ ചെയ്ത് ജീവിക്കണം എന്നാണ് ചോദ്യം. അല്ലെ, ചോദ്യം വ്യക്തമാണ്. എന്താണ്? ഒരുപാട് ബുദ്ധിമുട്ടാണ് ആളുകൾ, അല്ലെ, അവർക്ക് ഫ്രീഡം ഇല്ല, ഫ്രീ ഇല്ല, സ്വതന്ത്രമില്ല. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇനിയും എത്ര കാലം അവർ ഇനിയും എക്സിറ്റ് ചെയ്യണം, എത്ര കാലം ഇനിയും അവരത് ടോളറേറ്റ് ചെയ്ത് നിൽക്കണം എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ദെൻ യെസ്, and how many times can a man turn his head and pretend that he just doesn't see? അല്ലെ, ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് എത്ര തവണ അവന്റെ തല ഇങ്ങനെ തിരിച്ചു നിർത്താൻ കഴിയും? നടിച്ചുകൊണ്ട്. എന്ത് നടിച്ചുകൊണ്ട്? ഹി ജസ്റ്റ് ഡസന്റ് സീ, അവനൊന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകൾ ഇപ്പോഴും നടിച്ച് ജീവിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ ഉദ്ദേശിച്ചത് ഇവിടെ ആരാണ്? റൂളർ അല്ലെ, ആരാണ് ഭരിക്കുന്ന അല്ലെ. ഇവിടെ ആരാണോ ഈ അവസ്ഥ കൊടുക്കുന്നത് ആ വ്യക്തികളെയാണ് ഉദ്ദേശിക്കുന്നത്. എത്ര കാലം അല്ലെങ്കിൽ എത്ര തവണ അവർക്ക് അവരുടെ തല ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്ത് നടിച്ചുകൊണ്ട്, ഇതെല്ലാം കാണുന്നില്ല എന്ന് നടിച്ചുകൊണ്ട് എത്ര കാലം നിൽക്കാൻ കഴിയും? എത്ര തവണ അവർക്ക് അങ്ങനെ നിൽക്കാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ക്ലിയർ? ഇവിടെ ഉദ്ദേശിച്ചതാ, ഇവിടെ ഈ how many years can some people exit before they are allowed to be free എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ ഉദ്ദേശിച്ചത് ഇത് സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കേട്ടോ, സഫറിങ് പീപ്പിൾസിനെയാണ് അത് ഉദ്ദേശിച്ചത്. ഇവിടെ ഈ മാൻ എന്ന് ഉദ്ദേശിച്ചത് ആരാണ്? ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്ന മനുഷ്യരെയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്ന സാധാരണ മനുഷ്യരുണ്ടാവും, ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്ന ആരായിരിക്കും? യെസ്, ഇത് ഭരിക്കുന്നവരില്ലേ, ഈ പ്രോബ്ലംസ്, ഇവർക്ക് ഇതെല്ലാം നിഷേധിക്കുന്നവരെയാണ് ഈ മാൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, the answer, my friend, is blowing in the wind. The answer is blowing in the wind. അല്ലെ, ഇതിനെല്ലാം ആൻസർ എന്താണ്? ആരും പറയേണ്ട, എല്ലാം കാറ്റ് പറഞ്ഞു നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാറ്റിലൂടെ പറയുന്നുണ്ട്. നിന്റെ ഉത്തരം ആരെടുത്തുണ്ട്? കാറ്റിന്റെ അടുത്തുണ്ട് എന്നാണ് പറയുന്നത്. കാറ്റ് പറഞ്ഞ് വീശി നടക്കുന്നുണ്ട് അല്ലെ. കാറ്റ് ലിമിറ്റഡ് അല്ലേ. ഒരു അതിർത്തി കടക്കുമ്പോ നമ്മൾ എന്റെ അതിർത്തി എത്തി, ഞാൻ അവിടെ നിൽക്കട്ടെ ഇങ്ങനെ പറയോ? കാറ്റില്ല, ഒരു അതിർത്തി കഴിഞ്ഞ് അടുത്ത അതിലൂടെ വീശി നടക്കും. അതുപോലെയാണ് ഇതിന്റെ സത്യങ്ങൾ എല്ലാവർക്കും അറിയാം, എല്ലായിടത്തും ഇതിന്റെ സത്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഇതിനുള്ള ഉത്തരം ആരെടുത്തുണ്ട്? ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ക്ലിയർ? Then yes, and how many times must a man look up before he can see the sky? Yes, and how many years must one man have before he can hear people cry? Yes, and how many deaths will it take till he knows that too many people have died? Welcome. Yes, and how many times must a man look up before he can see the sky? അല്ലെ, ഒരു മനുഷ്യന് ആകാശം കാണാൻ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം എത്ര തവണ മുകളിലോട്ട് നോക്കണം? ചോദ്യം അല്ലെ. ഇതൊക്കെ ആ ഫ്രീഡത്തിന്റെ ആണ് കേട്ടോ. അവർക്ക് നിഷേധിക്കപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്, അവരുടെ പല അവകാശങ്ങളും അവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അവര് പറയാണ്, ഒരു മനുഷ്യൻ ആകാശം കാണാൻ സാധിക്കുന്നതിന് മുമ്പ് എത്ര തവണ മുകളിലോട്ട് നോക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, then yes, and how many years must one man have before he can hear people cry? Yes, how many years must one man have?
എത്ര ചെവികൾ വേണം എന്തിന്? ബിഫോർ ഹി കാൻ ഹിയർ ദ പീപ്പിൾ ക്രൈ. അല്ലെ, മനുഷ്യരുടെ കരച്ചിൽ, മനുഷ്യരുടെ രോദനം, ആ വ്യക്തികളുടെ രോദനം കേൾക്കാൻ ഇനിയും എത്ര ചെവികൾ വേണം? അല്ലെ, ആർക്കാണ് ഈ പറയുന്നത്? യെസ്, ഇതെല്ലാം ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെ, ഇതെല്ലാം ചെയ്യുന്ന ഭരിക്കുന്ന ആളുകൾക്ക്, അല്ലെ, റൂളേഴ്സിന്റെ കേസാണ് ഇവിടെ പറയുന്നത്, അല്ലെ. അപ്പൊ ഇതെല്ലാം പവേഴ്സിന്റെ, അല്ലെ, റൂളർ പവർ ചെയ്യുന്ന ആളുകളുടെ കേസാണ് ഈ പറയുന്നത്. ഇനിയും എത്ര ചെവികൾ വേണം ഈ ആളുകളുടെ ഈ രോദനം അവർക്ക് കേൾക്കാൻ എന്നാണ് ചോദിക്കുന്നത്. Then yes, and how many deaths will it take till he knows that too many people have died? അല്ലെ, ഇനിയും എത്ര ആളുകൾ മരിക്കണം, ഒരുപാട് ആളുകൾ മരിച്ചു എന്നറിയാൻ. ക്ലിയർ? നോക്ക്, too many people have died, ഓൾറെഡി ഒരുപാട് ആളുകൾ മരിച്ചു പോയി എന്നറിയാൻ. till how many deaths will it take? ഇനിയും എത്ര മരണങ്ങൾ നടക്കണം, ഒരുപാട് ആളുകൾ മരിച്ചു പോയി എന്നറിയാൻ എന്നാണ് ചോദിക്കുന്നത്, അല്ലെ. ഇവിടേക്ക് അദ്ദേഹം പരോക്ഷമായിട്ട് ഈ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സുകളാണ്, അല്ലെ. ഒരുപാട് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു, അല്ലെ. അതൊക്കെ ഇനി എന്ന് കിട്ടും അവർക്ക് എന്നാണ് ചോദ്യം, അല്ലെ. അതെല്ലാം എന്ന് ശരിയാവും, എന്നാണ് ഈ റൂളേഴ്സ്, ഈ ഭരിക്കുന്നവരെല്ലാം അവർക്ക് കൊടുക്കുന്നത്, എന്നാണ് അവർക്ക് ആ ഫ്രീഡം എല്ലാം കിട്ടുക എന്നൊക്കെ അദ്ദേഹം പരോക്ഷമായിട്ട് ഓരോ വരികളിലൂടെയും ചോദിക്കുന്നുണ്ട്. നിഷേധിക്കപ്പെടുന്നതും അവരുടെ രോദനങ്ങളും അവരുടെ മറ്റുള്ളവരുടെ നിഷേധനങ്ങളും പ്രിട്ടൻസും എല്ലാം, അല്ലെ, ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്നതും എല്ലാം തിരിഞ്ഞ് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നിഷേധിച്ചിട്ട് അവരുടെ ആ രോദനം കേൾക്കാതെ നടിക്കുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഈ കവിതയിലൂടെ പറയുന്നുണ്ട്. The answer, my friend, is blowing in the wind. The answer is blowing in the wind. അല്ലെ, എന്താണ് ആൻസർ? ആര് പറഞ്ഞു നടക്കുന്നുണ്ട് മക്കളെ? കാറ്റ് പറഞ്ഞു നടക്കുന്നുണ്ട്. ക്ലിയർ? സിമ്പിൾ പോയായിരുന്നു, അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയായിരുന്നു. ആ പോം വായിക്കുമ്പോ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്താണ് അത്. കറക്റ്റ് ആയിട്ടൊരു സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സിനുള്ള ഒരു ആന്തം തന്നെയാണെന്നുള്ളത്, അല്ലെ. അവകാശങ്ങൾ ചോദിക്കുകയാണ്, അല്ലെ, പാട്ടിലൂടെ ആണെങ്കിൽ കൂടെ അവിടെ നിഷേധിക്കപ്പെട്ടുള്ള പല കാര്യങ്ങളും വരികളുടെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. വരികൾക്ക് അപ്പുറമുള്ള മീനിങ്ങിനാണ് ഒരുപാട് ഇമ്പോർട്ടൻസ്. പലതും സിമ്പിൾസ് ആണ്, കൂടുതൽ സിമ്പിൾസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോക്കാം. ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അല്ലെ. ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വേർഡ് റോഡ് റെഫേഴ്സ് ടു ഹിയർ? അല്ലെ, ഫസ്റ്റ് ലൈൻ എന്തായിരുന്നു? ഒരു മനുഷ്യനെ നിങ്ങൾ, ഒരു വ്യക്തിയെ നിങ്ങൾ മനുഷ്യനെന്ന് വിളിക്കണമെങ്കിൽ ഇനിയും എത്ര പാതകൾ അദ്ദേഹം താണ്ടണം എന്നാണ് ചോദിച്ചത്. ആ പാത ഉണ്ടല്ലോ, റോഡ് എന്നതുകൊണ്ട് ഈ ഒരു കവിതയിൽ എന്താണ് ഉദ്ദേശിച്ചതെന്നാണ് ചോദിച്ചത്. നോക്കാം. The word road suggests one's experience in life. ഒരു മനുഷ്യന്റെ ലൈഫിലെ എക്സ്പീരിയൻസസ്, ഒരുപാട് എക്സ്പീരിയൻസ്, എക്സ്പെഷ്യലി ഇവിടെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കണമല്ലോ. അപ്പൊ ഇനിയും എത്ര ദുരന്തങ്ങൾ അനുഭവിച്ചാൽ മാത്രമാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ റോഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് മനുഷ്യന്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. Then second question, do the questions given here demand a specific answer? ഇവിടെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആവശ്യമുണ്ടോ? എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഫോമിൽ കണ്ടു, അല്ലെ. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ കറക്റ്റ് ആയിട്ടൊരു ആൻസർ ആവശ്യപ്പെടുന്നുണ്ടോ നമ്മുടെ കവി? അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഇവിടെ ആവശ്യമുണ്ടോ? ഓക്കെ, വാട്ട് ഡു യു കോൾ സച്ച് എ ക്വസ്റ്റ്യൻസ്? അല്ലെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് വിളിക്കും എന്നാണ് ചോദ്യം. നോക്കാം. നോ, ദീസ് ക്വസ്റ്റ്യൻ ഡു നോട്ട് ഡിമാൻഡ് എ സ്പെസിഫിക് ആൻസർ. അതാണ് സത്യം. എന്താണ്? ഈ ക്വസ്റ്റ്യൻസ് ഒരു പ്രത്യേക ആൻസർ ആവശ്യപ്പെടുന്നില്ല, അതിനൊരു സ്പെസിഫിക്കൽ ആൻസർ ആവശ്യമില്ല. കാരണം ഇതിന്റെ ആൻസർ എഴുതിയ വ്യക്തിക്കും അനുഭവിക്കുന്ന ആളുകൾക്കും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, സോ സച്ച് ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, അല്ലെ. നമ്മൾ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു. എന്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് പറയുന്നത്? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓർത്തു വെക്കുക കേട്ടോ. പ്രത്യേക സ്പെസിഫിക് ആൻസേഴ്സ് ഡിമാൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിനാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ദെൻ why does the writer say that the ആൻസേഴ്സ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്? അല്ലെ, അതൊരു ചോദ്യമാണ്, അല്ലെ. എന്തുകൊണ്ടാണ് നമ്മുടെ റൈറ്റർ പറയുന്നത് കാറ്റിലുണ്ട് ഉത്തരം, കാറ്റ് പറയുന്നുണ്ട് ഉത്തരം, കാറ്റ് പറഞ്ഞു നടക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ റൈറ്റർ പറഞ്ഞത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. The writer says that the answer is blowing in the wind because it is known to all and it is everywhere. കാരണം ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം,
അല്ലെ? കാരണം സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സ് നടക്കുന്നതും അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളും അവർക്കെല്ലാം അവരുടെ അവകാശങ്ങളും നഷ്ടപ്പെടുന്നു. ഇതെല്ലാം ചെയ്യുന്നവർക്കും അനുഭവിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം. സോ ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം. ആൻഡ് ഈസ് എവരിവർ, എല്ലായിടത്തും എല്ലാവർക്കും ഇതിന്റെ ആൻസർ അറിയാം. സോ കാറ്റ് പറഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതുകൊണ്ടാണ്. ക്ലിയർ? The next one, fourth question. How is the question about the mountain related to other two questions in stanza 2? അല്ലെ? നിങ്ങൾ മൗണ്ടെയിന്റെ ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാവാത്തൊരു വേഗം നിങ്ങൾ എന്ത് ചെയ്യാം, ആ മൗണ്ടെയിന്റെ വരുന്ന ആ ഒരു പാട്ട് നോക്കുക. ഓക്കെ, ആ പാട്ടില് മൗണ്ടെയിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? പർവ്വതങ്ങൾ ഇനി സമുദ്രത്തിൽ എത്തുന്നതിന് മുമ്പ് ഇനിയും എത്ര തവണ നിലനിൽക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു മൗണ്ടെയിൻ റിലേറ്റഡ് ടു അതർ ടു ക്വസ്റ്റ്യൻസ് ഇൻ സ്റ്റാൻസ 2. ആ സ്റ്റാൻസ 2-ൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, വേറെയും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ? അതുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത്, അതുമായിട്ട് എന്ത് കണക്ഷൻ ആണ് ഈ മൗണ്ടെയിന്റെ ആ ഒരു ഇതിന് വരുന്നത് എന്നാണ് ചോദ്യം. നോക്കാം. ആൻസർ: all the questions in stanza 2 are about the oppressive rulers and the oppressed people. അല്ലെ? ഇത് ഈ സ്റ്റാൻസ മാത്രമല്ല കേട്ടോ, ഇതിൽ മൊത്തത്തിൽ ഇത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഒരു മെയിൻ പോയിന്റ്. ഇത് ഈ സ്റ്റാൻസ 2-ൽ കംപ്ലീറ്റ് പറയുന്നത് എന്താണ്? ഒപ്രസീവ് റൂൾസ്, അടിച്ചമർത്തുന്ന ഭരണാധികാരികൾ. ഓക്കെ, ഒപ്രസ്ഡ് പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളും അല്ലെ? അടിച്ചമർത്തുന്ന ഭരണാധികാരികളും അത് അനുഭവിച്ച ജനങ്ങളെ കുറിച്ചുമാണ് ഈ ഒരു സ്റ്റാൻസ കംപ്ലീറ്റ് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത്, കാരണം അതിൽ 3 ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. How many years can the oppressive rulers exist before the powerful protest of the people? അല്ലെ? ഈ ഒപ്രസീവ് റൂളർ എന്ന് പറയുന്ന വേർഡിന് പകരമായിരുന്നു നമ്മൾ അവിടെ കവിതയിൽ മൗണ്ടെയിൻ എന്ന് കണ്ടത്. ഓക്കെ, ഇനി നോക്കാം. How many years can the oppressive rulers, അല്ലെ, എത്ര കാലം അവർക്ക് ഇനി അവിടെ നിലനിൽക്കാൻ കഴിയും? ബിഫോർ ദ പവർഫുൾ പ്രൊട്ടസ്റ്റ് ഓഫ് ദ പീപ്പിൾ, അല്ലെ? ഈ ശക്തരായിട്ടുള്ള ആ ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അവർക്ക് ഇനി എത്ര കാലം നിലനിൽക്കാൻ അവിടെ കഴിയും എന്നുള്ളതാണ് ചോദ്യം. സെക്കൻഡ്, ഹൗ മെനി ഇയേഴ്സ് കാൻ ദ റൂളർ കീപ് ദ പീപ്പിൾ ഇൻ സ്ലേവറി ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ? അല്ലെ? എത്ര കാലം ഈ മനുഷ്യരെ അടിമകളായിട്ട് ഈ റൂളേഴ്സിന് കൊണ്ടു നടക്കാൻ കഴിയും? ബിഫോർ ദേ അലൗഡ് ടു ബി ഫ്രീ, അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇനിയും എത്ര കാലം അവരെ സ്ലേവറി ആയിട്ട്, അവരുടെ കാലിന്റെ താഴെ സ്ലേവറി ആയിട്ട് കൊണ്ടു നടക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ദെൻ how many times can both the ruler and the ruled pretend they just do not see the injustice? അല്ലെ? എത്ര കാലം ഈ ഒപ്രസീവ് ആയിട്ട് ഇത് ചെയ്യുന്ന ആളുകൾക്ക്, ഭരിക്കുന്ന ആളുകൾക്കും അടിച്ചമർത്തുന്ന ആളുകൾക്കും എത്ര കാലം പ്രിറ്റൻഡ് ചെയ്ത് നടിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയും? ഇതൊന്നും കാണുന്നില്ല എന്ന് നടിച്ചുകൊണ്ട്, ഈ ആളുകളുടെ ബുദ്ധിമുട്ടും അവർ സഫർ ചെയ്യുന്നതും ഒന്നും കാണുന്നില്ല എന്ന് നടിച്ചുകൊണ്ട് എത്ര കാലം നിലനിൽക്കാൻ കഴിയും? എത്ര കാലം ഇനിയും ഉണ്ടാവും എന്നുള്ള പല ചോദ്യങ്ങളുമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ക്ലിയർ? Then 5th question. Who may be the people and man referred to in the stanza 2? അല്ലെ? stanza 2-ൽ 2 കാര്യങ്ങൾ മെൻഷൻ, ഒരു പീപ്പിളും ഒരു മാനും വരുന്നുണ്ട് അല്ലെ? വാട്ട് ഇസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ റൈറ്റർ ടുവേഴ്സ് ദം? നമ്മുടെ റൈറ്റർ ഈ 2 കാര്യങ്ങളും, ഇവരെ റൈറ്റർ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പീപ്പിൾ മാൻ എന്നുകൊണ്ട് എന്നാണ് ചോദ്യം. നോക്കാം. Here the people represent a group which lacks a voice and the space in the society. അല്ലെ? ശബ്ദം നഷ്ടപ്പെട്ട, അല്ലെ, ഒപ്രസ് ചെയ്ത് സ്ലേവറി ആയിട്ടില്ല അല്ലെ, അവർ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, വോയിസുകൾ നിഷേധിക്കപ്പെട്ട, ചോദിക്കാൻ പോലും വോയിസ് പവർ ഇല്ലാത്ത മനുഷ്യരെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പീപ്പിൾ എന്ന് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, ക്ലിയർ? ദെൻ here is man represent the modern man who pretend do not see the suffering around. അല്ലെ? ചുറ്റും കാണുന്നത് ഒന്നും കാണില്ല എന്ന് നടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെയാണ് ഇവിടെ മാൻ എന്ന് പറയുന്നത് അല്ലെ? റൂളേഴ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. റൂളേഴ്സും അത് തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് മോഡേൺ മാൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ച റൂളേഴ്സിനും കൂടിയാണ്. അവരെന്ത് തന്നെയാണ് ചെയ്യുന്നത്? ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ക്ലിയർ? ഓക്കെ, then 6th one. Pick out the lines from the song that refer to the denial of civil rights. അല്ലെ?
സിവിൽ റൈറ്റ്സുകൾ, അവരുടേതായിട്ടുള്ള അവകാശങ്ങള് നിഷേധിക്കപ്പെട്ടിട്ടുള്ള കാണിക്കുന്ന ലൈൻസുകൾ ഉണ്ട് പോമില്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ക്ലിയർ? ആൻസർ: ഹൗ മെനി ടൈംസ് can a man turn his head and pretend that he just doesn't see? അല്ലെ, ഒരു മനുഷ്യന് എത്ര തവണ അവന്റെ തല ഇങ്ങനെ തിരിച്ചു വെക്കാൻ കഴിയും, ഒന്നും കാണില്ല എന്ന് നടിച്ചുകൊണ്ട്. അത് പെർഫെക്റ്റ് ആയിട്ട് നിഷേധിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ലൈൻസ് ആണ് കേട്ടോ. Then how many ears must one man have before he can hear people cry? എത്ര ചെവികൾ വേണം ഇനിയും ആ മനുഷ്യരുടെ കരച്ചിൽ, അവരുടെ രോദനം കേൾക്കാൻ ഇനിയും എത്ര ചെവികൾ വേണം? ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നിഷേധനാണ്. ഇത് മാത്രല്ല, പല ലൈൻസിനും ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഡിനൈൻ ഓഫ് ദ സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു മീനിങ് വരുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുത്തു പറയാൻ കഴിയുന്ന ലൈൻസ് ആണ്. ഓക്കെ, then 7th question, this is our last questions. Okay, what attitude of the people is reflected in the refrain? The answer is blowing in the wind. The answer is blowing in the wind എന്ന് പറയുന്ന refrain means എന്താ? റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തരം പോയറ്റിക് ഡിവൈസിലൊക്കെ നമ്മൾ പറയുന്ന റിപ്പീറ്റ് ചെയ്ത് വരിക, ലൈന് അല്ലെങ്കിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത്. നമ്മൾ ഈ പോമിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വന്നു ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന്? അതൊരു റിഫൈൻ ആണ് കേട്ടോ ഈ പോമില്. അപ്പൊ ഇങ്ങനെ ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിലൂടെ ആളുകളുടെ ഒരു ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ് അതിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അത് എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം. പീപ്പിൾ ആർ നോട്ട് അവെയർ ഓഫ് ദെയർ സിവിൽ റൈറ്റ്സ്. ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിയില്ല. ചില ആളുകൾ അങ്ങനെയാണ് അല്ലെ. കാരണം പണ്ടൊന്നും പറഞ്ഞ ഒട്ടും അറിയില്ലായിരുന്നു. കാരണം ഇപ്പോഴുള്ള ആളുകൾക്കൊക്കെ ചെറിയ കുട്ടികൾക്ക് വരെ അവരുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ ബോധവാടാണ്. കാരണം നമ്മൾ സ്കൂളിലൊക്കെ കൂടുതലും അങ്ങനെ റിലേറ്റ് ചെയ്തുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. പണ്ടും അത്ര എഡ്യൂക്കേഷൻ സ്പ്രെഡ് അല്ലല്ലോ. അപ്പൊ അവർക്ക് അറിയില്ല അവരുടെ റൈറ്റ്സുകളെ കുറിച്ച്, ഇത് അവരുടെ റൈറ്റ്സ് ആണെന്നും അത് അവർക്ക് നേടിയെടുക്കേണ്ടതാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിയില്ല. ഓക്കെ, സോ പീപ്പിൾ ആർ നോട്ട് അവെയർ ഓഫ് ദെയർ സിവിൽ റൈറ്റ്സ്. ദേ ആർ ലേസി ടു ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ ഫോർ ദെയർ പ്രോബ്ലംസ്. അതുപോലെ തന്നെയായിരുന്നു ആളുകൾ അവരുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണാൻ അവർക്ക് മടിയായിരുന്നു അല്ലെ, സൊല്യൂഷൻ കണ്ടെത്താൻ മടിയായിരുന്നു അല്ലെ. അതുകൊണ്ടൊക്കെ തന്നെ പല ആളുകളും പ്രോബ്ലംസ് സഫർ ചെയ്ത് ജീവിക്കുന്ന ഒരു രീതി അല്ലെ. അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാതെ ഇതിങ്ങനെയാണ്, ഇത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് സഫർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതി. ഓക്കെ, ദേ ആർ നോട്ട് റെഡി ടു യുണൈറ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്സ്. അതുപോലെ തന്നെ അവർ റെഡിയല്ല ഒത്തൊരുമിച്ച് നിന്നാൽ അല്ലെ, ഒത്തൊരുമിച്ച് നിന്നിട്ട് അവരുടെ ഇൻജസ്റ്റിസിനെ, ഈ നീതിയില്ലായ്മക്കെതിരെ പൊരുതാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഒരുമിച്ച് നിൽക്കാനും അവർ റെഡിയല്ല അല്ലെ. അത് പ്രിറ്റൻഡ് ചെയ്യാണ് അല്ലെ. അതുപോലെ തന്നെ അവർക്ക് അറിയൂല എന്തൊക്കെയാണ് അവരുടെ റൈറ്റ്സ് എന്നുള്ളത് അറിയൂല. അതുപോലെ അവർ മടിയാണ്, അവരുടെ പ്രോബ്ലംസ് സൊല്യൂഷൻ കണ്ടെത്താൻ മടിയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് അതിനെതിരെ പോരാടാനും അതിനെതിരെ വോയിസ് ഉയർത്താനും ഈ ഒപ്പോസിറ്റ് ആയിട്ടുള്ള പീപ്പിൾസിന് മടിയാണ്, അല്ലെങ്കിൽ അവർക്ക് വോയിസ് ഇല്ല എന്നും പറയാം. സോ അതാണ് ഈ ഒരു ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന റിപ്പീറ്റേഷനിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സോങ് അല്ലെ. ഇതിനു മുമ്പുള്ള 2 ചാപ്റ്റർ ഫിലിമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണത് അല്ലെ. പക്ഷെ ഇതെന്താണ്, വളരെ മനോഹരമായിട്ട് ഒരുപാട് മെസ്സേജുകൾ തരുന്ന ഒരു ചാപ്റ്റർ ആണ്, ഇതൊരു പോമാണിത് അല്ലെ. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് ആന്തം തന്നെയാണ്. അവകാശങ്ങൾ നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു ആന്തമാണ് കേട്ടോ. സോ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണുക, ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.